പിന്നെ ഒരുപാട് പേരെ ആവശ്യമില്ലാതെ വളർത്തി. എന്തുവരെ പറയുകയാണ്, സലാമിന് കൊണ്ട് വോട്ട് പിടിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സലാമിനെ വളർത്തിയത് ജീസുദാരനാണ്, അതുകൊണ്ട് വോട്ട് പിടിക്കാൻ പോവുക സലാമിന്. ആ വീട്ടിൽ പറയുക സലാമിനെ വളർത്തിയത് ജീസുദാരനല്ലേ. എന്താ വളർത്തട്ടെ, വളർത്തിയാൽ എന്താ കുഴപ്പം? വളർത്തിയിട്ട് ഒരു കുഴപ്പമില്ല അതിനകത്ത്, അതായത് ശരിയായ കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെയും ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ജനങ്ങൾക്ക് എതിർപ്പും വിപരീതാർത്ഥത്തിലും വരുന്ന ക്യാമ്പയിൻ നടത്തുക, ഒന്നും പഠിക്കാതെ. ഈ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു സീറ്റ് ഭൂരിപക്ഷം കിട്ടിയത് LDF. ഈ 5 പഞ്ചായത്ത് ഇവിടെ മാത്രം ഇത്തവണ. അതിനവിടെ 5-ലും ഭൂരിപക്ഷം. 5-ന് CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു. പിന്നെ LDF 8 സീറ്റ് CPM, 2 സീറ്റ് CPI, 19 10 ഉള്ളൂ. കഴിഞ്ഞവിടെ 13. ബാക്കി ഒരു 5 പഞ്ചായത്തിലും പുന്നപ്ര സൗത്തും അമ്പലപ്പുഴ വടക്കും പുറക്കാടും സൗത്തും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. LDF ആയിട്ടും ഭൂരിപക്ഷമില്ല. പിന്നെ എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയേ? ഏറ്റവും വലിയ ഒറ്റക്കക്ഷി നമ്മളാണ്. അമ്പലപ്പുഴ വടക്ക് STPക്ക് 6 സീറ്റ്, നമുക്ക് 9 സീറ്റ്. STP എങ്ങനെ വളർന്നൂടെ? അവർ പ്രവർത്തിച്ചു വളർന്നു. അല്ലാതെ അവരും കോൺഗ്രസും തമ്മിൽ യോജിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അവർ യോജിച്ചാൽ 10-ന് മേള. അമ്പലപ്പുഴ സൗത്തിൽ BJPക്ക് ഉണ്ട് 4 സീറ്റ്, 4 5 ഉണ്ട്. അവരും കോൺഗ്രസും തമ്മിൽ അവിടെ യോജിച്ചില്ല. അതുകൊണ്ട് വെറും 8 സീറ്റുള്ള ഞങ്ങൾക്ക് പ്രസിഡൻഷിപ്പ് കിട്ടി. പുറക്കാട് കിട്ടിയില്ല. പുന്നപ്ര സൗത്ത് ഞങ്ങൾക്കുള്ള 2 സീറ്റാണ്. എങ്ങനെയാ ഈ 5 വർഷം കൊണ്ട്? ഞാൻ കഴിഞ്ഞ ഇലക്ഷനിലില്ല, ഞാൻ തകർത്ത കൊടുക്കാൻ ഞാൻ ഒഴിഞ്ഞല്ലോ. ഒരു സ്വയം പ്രശ്നം നടത്തട്ടെ. 13-12 ബ്ലോക്ക് സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം വെറും 5 ഉള്ളൂ. ബ്ലോക്ക് പോയി ഇല്ലേ? 3000 വോട്ട് ഭൂരിപക്ഷം കിട്ടേണ്ട 7 ഡിവിഷൻ പ്രത്യേകം ഉണ്ടാക്കി ഓമനക്കുട്ട മത്സരിക്കുക. അയാൾക്ക് വേണ്ടി 700 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ടെന്താ തൊട്ടടുത്ത ബ്ലോക്കിലെ ഇയാളങ്ങ് തോറ്റു. നമ്മുടെ പ്രഭാകരൻ്റെ പോലെ പ്രേംജിത്ത് എന്താ പേര്, അടു തോറ്റുപോയി. അത് ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അടു തോറ്റു. ഓമനക്കുട്ടം 3000 വോട്ടിന് കിട്ടേണ്ടടത്തും 700 ജയിച്ചു. ഇതൊക്കെ അല്ലേ ഇവിടെ കിടക്കുന്നത്? സഖാക്കളെ പരമാവധി ജയിപ്പിക്കുക, പാർട്ടി ജയിക്കുക. ഇതുകൊണ്ട് പാടോ? ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഞാനങ്ങനെ ശത്രുവായി. ഞാൻ പാർട്ടിയുടെ ശത്രു ആവാനൊക്കത്തില്ല. പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ്. വേണ്ടപ്പെട്ടവർ വേണേ നോക്കിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. വേണ്ടപ്പെട്ടവർ നോക്കിയാൽ മതി എന്തായാലും ഞങ്ങൾ സംഭവിക്കുന്നതാണ്. ഇവരൊക്കെ എന്തിനാ കയറി മത്സരിക്കുന്നത്? ഒരു പ്രത്യേക ആൾ മത്സരിക്കുന്നത് കേൾക്കുമ്പോഴേ ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങുക, ആ മണ്ഡലത്തിൽ മുഴുവൻ. അല്ലെങ്കിൽ 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? 12 ഉണ്ടായിരുന്നല്ലേ, 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? നോക്കുമ്പോൾ ഇല്ലേ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായില്ലേ. ജില്ലാ പഞ്ചായത്ത് 2 സീറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്പലപ്പുഴ സീറ്റ് 5000 വോട്ടിനാണ് കണ്ണൻ ജയിച്ചത്. 5000 വോട്ടിൻ്റെ കുറവ് കോൺഗ്രസ്. 2 നമുക്കായിരുന്നു. അപ്പുറത്ത് CPI, ഇവിടെ 6-7000 വോട്ടിൽ ലീഡറുള്ളിടത്ത് ജയിച്ചത് കഷ്ടിച്ച് 2000 വോട്ടിനാണ്. അപ്പോൾ 2000 വോട്ടിന് അതിൻ്റെ ആ സ്ഥാനാർത്ഥി പറ്റി വേറെ ആരോപണമൊന്നുമില്ല. അവിടെ ആര്യാട്ടുകാരനാണ് ജയിച്ചു. അപ്പോൾ ഭൂരിപക്ഷം ഇടിയുന്നതാണ്. പിന്നെ അമ്പലപ്പുഴ ഭൂരിപക്ഷം കുറഞ്ഞ എൻ്റെ പേര് അന്വേഷണം, കരീമിൻ്റെ അന്വേഷണം. ഞാൻ 25 പേജിൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സ്ഥിതിവിവര കണക്ക് ജില്ലയിൽ എഴുതി കൊടുത്തു. വായിച്ച് നോക്കേണ്ടത് മാത്രമല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കരീം എഴുതി അവിടെ സമർപ്പിച്ച 22 ആരോപണമുള്ള ആ റിപ്പോർട്ടിനകത്ത് ഞാൻ ഈ കൊടുത്ത 25 പേജിൽ ഒരു വരി വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗം വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ അവിടെ സംസാരിച്ചു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള സഹാക്കൾ ഒഴികെ ഒരൊറ്റയാൾ സംസാരിച്ചില്ല, ആ റിപ്പോർട്ടിനെ പിന്തുണച്ചില്ല. അവരൊന്നും മിണ്ടിയില്ല. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള അവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇവിടെ നിന്നുള്ള 4 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ മൃദുവായിട്ട് ഇങ്ങനെ മനസ്സിലേ ഉള്ളൂ. സുധാകരൻ സാർ ആലപ്പുഴ വേണമെന്നൊക്കെ സുധാകരപ്പുള്ളവർ പറയുകയും ചെയ്തു. അറിഞ്ഞില്ല. ഈ പരീക്ഷണം നടത്തി എന്തടിസ്ഥാനത്തിലാണ് കരീമ റിപ്പോർട്ട് എഴുതുന്നത്? ആ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടല്ലായിരുന്നു. കാരണം എനിക്ക് 23,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് ഏത് സാഹചര്യത്തിലാണ്?
കായംകുളത്തുനിന്ന് ഒരാൾ വന്നാൽ മത്സരിച്ചത്, ഷേഖ് പി ഹാരിസ്. ഇവിടെ വേണ്ടി യാതൊരു ബന്ധമില്ല. എനിക്ക് 63,000 വോട്ട് കിട്ടി. അതൊക്കെ 40,000 കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് 23 വ്യത്യാസം. ഞാൻ എത്രയോ കാലം അവിടെ MLA ആണ്, മറ്റു തരത്തിലൊക്കെ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ പ്രസിഡന്റാണ് ഞാൻ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പരിചയമില്ല ഇവിടെ. സലാമിന് ആദ്യമായിട്ട് മത്സരിക്കുക സലാം 11,200 വോട്ട് ഭൂരിപക്ഷം കിട്ടി. 23,000 പെട്ടെന്ന് കിട്ടുമോ? ഞാൻ ആദ്യം ജയിച്ചപ്പോൾ എനിക്ക് 12,000 ഉള്ളൂ. അന്ന് കൈനഗരി കൂടി ഉണ്ട്. അന്ന് അവിടെ നിന്ന് എനിക്ക് 6,000 വോട്ടാണ് ലീഡ്. ഇപ്പോൾ 1,000 ഉള്ളൂ. ഇപ്പോൾ 2,000 വോട്ട് ജയിച്ചല്ലോ ജില്ലാ പഞ്ചായത്ത് വോട്ട്. അവിടെ 1,000 ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ എന്നാലും 11,000 വോട്ട്. VS ഇവിടെ കിട്ടിയ മാക്സിമം ഭൂരിപക്ഷം 5,000. 7,000 നോക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ. PKS ജയിച്ചപ്പോൾ കിട്ടിയത് 2,000. സുശീലക്ക് കിട്ടിയത് 3,300. CK സദാശിവന് കിട്ടിയത് 5,000 താഴെ. ഇത് 11,200 വോട്ട് കിട്ടി. പലക്കെ അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അഭിമാനകരമായ ഭൂരിപക്ഷം. എൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞാണ് ക്യാമ്പയിൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ. എൻ്റെ പേരിലാണ് ക്യാമ്പയിൻ. സന്തോഷം. 19 മേഖലയായിട്ട് ഈ മണ്ഡലത്തെ 19 മേഖലാ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ 5 ദിവസം പോയി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും എനിക്ക് മാനക്കുണ്ട്. കാരണം എനിക്ക് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലത്തെല്ലാം പരിപാടി തന്നിരിക്കാം സ്റ്റേറ്റ് പാർട്ടി. 4 ദിവസം അവിടെ എല്ലാം കൂടെ ഞാൻ പോയി. ഈ ഗണേഷ് കുമാറിന് വരെ പോയി ഞാൻ പ്രസംഗിച്ചു. അവിടെ ഈ രാജീവിന് പോയി 2 യോഗത്തിൽ പ്രസംഗിച്ചു. ഇവർക്കെല്ലാം പോയി പ്രസംഗിച്ചു. വാസവന് വേണ്ടി പ്രസംഗിച്ചു. വീണ ജോർജിന് വേണ്ടി പ്രസംഗിച്ചു. ഇവിടെ എല്ലാം പോയി പ്രസംഗിച്ചു. അതിനിടയ്ക്ക് ഞാനിവിടെ ഇത്രയും സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കൺവെൻഷൻ അധ്യക്ഷൻ ഞാനായിരുന്നു, മണ്ഡല കൺവെൻഷൻ. ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ ഒന്നും ചെയ്തില്ല. റിപ്പോർട്ട് എഴുതി വെക്കുക. 22 കുറ്റം. എന്താണാവും? അദ്ദേഹം അവിടെ തറവിട്ടു. അതുപോലെ പാർലമെന്റിൽ 1.5 ലക്ഷത്തിന്. അപ്പം അതിന് കാരണക്കാരാണ്. രാജ്യസഭയിൽ 6 വർഷം കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയതുകൊണ്ട് അപ്പോഴത്തേക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. കരീം കാ ഇത് പോസ്റ്ററിൽ അടിച്ചിറങ്ങി. ആരുടെ മതം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അവിടെ വളരെ സെക്യുലറായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് കോഴിക്കോട്. ഇന്നും പാർട്ടിക്ക് വലിയ വിജയമുണ്ടാകുന്ന സ്ഥലമാണ്. മുസ്ലിങ്ങൾ ഇവിടെ സെക്യുലറല്ലേ. 72 ബൂത്തുകളിലാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾക്ക് ഡോമിനേഷൻ ഉള്ളത്. 70-ലും എനിക്കായിരുന്നു ലീഡ്. ഷേഖ് പി ഹാരിസിന് കിട്ടിയ വെറും 2 ബൂത്തിലാണ് ലീഡ്. വളഞ്ഞവടിയൊക്കെ മൊത്തം എനിക്ക്, പടിഞ്ഞാറല്ല എനിക്ക് 2 ബൂത്ത് ചെറിയ ലീഡ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു വർഗീയതയില്ല, ഒരു കാലത്തുമില്ല. എല്ലാ സമുദായത്തിലും കുറച്ച് പേര് കാണും, അതെല്ലായിടത്തും ഉണ്ടാവും. ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള മൈനോറിറ്റിയാണ്. ഇപ്പോഴും പാട് എന്നുമാണ്, ആർക്കും ഒരു സംശയമില്ല. നമ്മളവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, എല്ലാം മുന്നോക്ക സമുദായം എല്ലാവരെയും. അപ്പോൾ ആ തരത്തിലാണ് കരിമിൻ്റെ റിപ്പോർട്ടർ എന്നെ പുറത്താക്കായിരുന്നു ലക്ഷ്യം. അത് നടന്നില്ല എന്തായാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.